അക്ഷരാർത്ഥത്തിൽ ഉത്തർപ്രദേശിനെ തന്നെ ഞെട്ടിച്ചൊരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അവിടെ മുസാഫിർ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു. ഭാര്യയുടെ പേര് മധു എന്നായിരുന്നു, 50 വയസ്സായിരുന്നു അവരുടെ പ്രായം. ഭർത്താവിൻ്റെ പേര് മണ്ഡൽ എന്നായിരുന്നു, 54 വയസ്സായിരുന്നു ആളുടെ പ്രായം. അപ്പോൾ ഇവർക്ക് 2 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂത്ത കുട്ടിക്ക് 3 കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നീടുള്ളത് ഇളയ കുട്ടിയാണ്. നെഗ എന്നായിരുന്നു ഇളയ കുട്ടിയുടെ പേര്. 22 വയസ്സായിരുന്നു പ്രായം. കോളേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്കും വിവാഹാലോചനകളും മറ്റും ഇവർ നോക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർഷിക കുടുംബമാണ്. ഇവർക്ക് അവിടെ 8 ഏക്കർ ലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ നേഗയുടെ കല്യാണാലോചനകളും മറ്റൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർക്കൊരു ആലോചന വരികയാണ്. അടുത്ത ഗ്രാമത്തിൽ നിന്നായിരുന്നു ആലോചന വന്നത്. രാജേന്ദ്രൻ എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അവരുടെ ഫാമിലിയും വലിയൊരു ഫാമിലി ആയിരുന്നു. അവർക്ക് ഏകദേശം 20 ഏക്കറോളം ലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൃഷിഭൂമി. അപ്പോൾ ആ ഒരു ഫാമിലി ഇതേപോലെ തന്നെ പെണ്ണ് കാണാനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് ഈ ഒരു ഫാമിലിയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ ഒരു പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പറഞ്ഞുറപ്പിച്ച ദിവസം രാജേന്ദ്രവും ഫാമിലിയും കൂടെ നേഗയെ പെണ്ണ് കാണാനായിട്ട് ആ ഒരു വീട്ടിലോട്ട് എത്തുകയാണ്. അവിടെ എത്തി പെണ്ണ് കാണൽ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് കാര്യങ്ങളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. നേഗയുടെ അമ്മയായിട്ടുള്ള മധുവിന് ഈ രാജേന്ദ്രനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. അയാളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയുണ്ടായി. ഇത് രാജേന്ദ്രനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അയാളും നല്ല രീതിയിൽ തൻ്റെ ഭാവി അമ്മായിയമ്മക്ക് ഒരു ലുക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടന്നു. പെണ്ണിൻ്റെ അടുത്തും ചെറുക്കൻ്റെ അടുത്തും ചോദിച്ചു പരസ്പരം ഇഷ്ടമായോ എന്നുള്ളത്. നേഗയ്ക്ക് ആ ഒരു പയ്യനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആ പയ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയും നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. കല്യാണത്തിൻ്റെ ഡേറ്റ് ഉറപ്പിച്ചു. ഓഗസ്റ്റ് 16, 2020 വിവാഹം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹത്തിൻ്റെ 1 മാസം മുൻപ് ഈ രാജേന്ദ്രയെയും ഫാമിലിയെയും മധു അവരുടെ വീട്ടിലോട്ട് വിളിക്കുകയാണ്. ഒരു വിരുന്നിനും അതുപോലെ തന്നെ അതിനുശേഷം ഷോപ്പിങ്ങിനും പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞ ദിവസം രാജേന്ദ്രയും ഫാമിലിയും മധുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവരൊരുപാടധികം പലഹാരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഭാവി മരുമകനെ സൽക്കരിക്കുകയാണ്. ഇതൊക്കെ കണ്ട നേഗ വിചാരിച്ചു തൻ്റെ അമ്മയ്ക്ക് തൻ്റെ വരാൻ പോകുന്ന ഹസ്ബൻഡിനോട് വലിയ സ്നേഹമുണ്ട്, അത് തന്നോടുള്ളൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കംപ്ലീറ്റ് ടൈമിലും രാജേന്ദ്രനും മധുവും കണ്ണുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. വരട്ടെ, ടൈം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അവർ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലഹാരവും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവർ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. തുണിയും കാര്യങ്ങളും വാങ്ങാനായിട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. ടോട്ടൽ ഒരു 3 കാറുകളിലായിട്ടായിരുന്നു ഇവർ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ നേഗയും ഫാമിലിയും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഉണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജേന്ദ്രവും ഫാമിലിയും അതുപോലെ തന്നെ കുറച്ച് റിലേറ്റീവ്സും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും 3 കാറിലായിട്ട്, 2 ഫാമിലി 3 കാറിലായിട്ട് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയായിരുന്നു. എന്നാൽ പോകുന്നതിൻ്റെ കുറച്ച് മുൻപ് മധു വന്നിട്ട് പറയുകയാണ്, എനിക്ക് വയ്യ, തീരെ വയറുവേദന എടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ എന്തായാലും പോയിട്ട് വരാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് എന്തിൻ്റെയൊക്കെയോ സിഗ്നലാണെന്നുള്ളത് രാജേന്ദ്രനും മനസ്സിലായി. അങ്ങനെ ഈ 3 കാറും നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. എന്നാൽ ആ ഒരു കടയിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാജേന്ദ്ര ഒരു നമ്പർ ഇട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫോണും പേഴ്സും വീട്ടിൽ വെച്ച് മറന്നുപോയെന്നും താൻ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആൾ അവിടെ നിന്ന് നേരെ മധുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. മധുവിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ആൾ അങ്ങോട്ട് പോയത്. ആളുടെ വരവും പ്രതീക്ഷിച്ചിട്ട് മധു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾ ആ വീട്ടിലോട്ട് കയറി. ഇവർക്ക് 2 പേർക്കും ആ ഒരു സമയത്ത് വേറൊരു വികാരമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കാമാസക്തിയിൽ അവർ കിടക്ക പങ്കിടുകയാണ് ഉണ്ടായത്. അതായത് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മയുമായിട്ട് വിവാഹത്തിന് മുൻപ് തന്നെ ആ ഒരു പയ്യൻ വേറൊരു തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. കറക്റ്റ് ടൈമായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും മാത്രമേ ആ ഒരു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊന്നും ആരും അറിഞ്ഞില്ല. അങ്ങനെ പറഞ്ഞുറപ്പിച്ച ഡേറ്റിൽ ഓഗസ്റ്റ് 16, 2020 ഇവരുടെ 2 പേരുടെയും വിവാഹം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. കല്യാണത്തിന് ശേഷം മധു ഈ രാജേന്ദ്രൻ്റെ ഫാമിലിയുടെ അടുത്തൊരു കാര്യം പറയാണ്, ഞങ്ങളുടെ മകളെ പെട്ടെന്നുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനും മകളും ഞങ്ങളുടെ വീട്ടിലൊരു 3 മാസം താമസിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടാം എന്നുള്ളൊരു കാര്യം പറയുകയാണ് ഉണ്ടായത്.
രാജേന്ദ്രന് അത് സമ്മതമായിരുന്നു. അപ്പോൾ ആളുടെ ഫാമിലിയും അതിന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വിവാഹത്തിന് ശേഷം രാജേന്ദ്ര തൻ്റെ ഭാര്യയായിട്ടുള്ള നേഗയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നേഗയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ PGയും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കോളേജിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോളേജ് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മണ്ഡലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് രാവിലെ ഇതേപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളും വൈകുന്നേരമായിരുന്നു തിരിച്ചു വന്നിരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വീട്ടിൽ ഒരുപാട് സമയം ഒറ്റയ്ക്കായിരുന്നു. ആ ഒരു ടൈമിൽ ഇവരുടെ ഒരു ഹണിമൂൺ ആഘോഷിക്കുകയായിരുന്നു എന്നുള്ളൊരു തരത്തിൽ വരെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവരുടെ ആ ഒരു അവിശുദ്ധ ബന്ധം ഒരു മാസത്തോളം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി. ആ ഒരു ടൈമിൽ ഈ എന്താ പറയുക, മണ്ഡലിന് ചെറിയ രീതിയിൽ ഭാര്യയുടെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ചേഞ്ച് വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നേടെ കാര്യം നോക്കാന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. തൻ്റെ അമ്മ അളവിൽ കൂടുതൽ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇടപഴകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ആൾക്കുണ്ടായിരുന്നു. അതായത് തൊട്ട് ചിരിച്ച് കളിച്ചൊക്കെ സംസാരിക്കുന്നു, അത് വേറൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്തൊക്കെയോ രീതിയിലുള്ളൊരു സംശയവും നേഗയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മണ്ഡലും അതുപോലെ തന്നെ നേഗയും ചേർന്നിട്ട് മധുവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. മരുമകൻ്റെ അടുത്ത് ഇത്ര അടുത്തിടപഴകി സംസാരിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യൊന്നും വേണ്ട, ചെറിയൊരു ഡിസ്റ്റൻസ് ഇടുന്നത് നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇത് കേട്ടിട്ട് മധു ഒന്നും പറഞ്ഞില്ല, അവിടെ ഇരുന്ന് കരയായിരുന്നു. ആ ഒരു ദിവസത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഈ രാജേന്ദ്രവും ഉണ്ടായിരുന്നു. ആളും ഇത് കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അങ്ങനെ ആകെപ്പാടെ പ്രശ്നമാവുകയാണ്. അന്നത്തെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണി 5 മണി ടൈമൊക്കെ ആയപ്പോൾ ഈ നേഗ എഴുന്നേക്കാണ്. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു എഴുന്നേറ്റത്. എഴുന്നേറ്റതിന് ശേഷം തൻ്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങിയിരുന്ന ഭർത്താവിനെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ ആളെവിടെ പോയി എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വീട് മുഴുവൻ അരിച്ചു പറക്കി ആളെ കണ്ടില്ല. അതിനുശേഷം അച്ഛനെ പോയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കിടന്നിരുന്ന അമ്മയെയും കാണാനില്ല. ആൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയെയും കാണാനില്ല, അതുപോലെ തന്നെ മരുമകനെയും കാണാനില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആ വീട് മുഴുവൻ അരിച്ചു പറക്കാനായിട്ട് തുടങ്ങി. അവിടെ എവിടെയും ഇവരെ രണ്ടുപേരെയും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ അലമാരയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. ഈ നേഗയുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 2 ലക്ഷം രൂപയും അവിടെ ഉണ്ടായിരുന്നതും എടുത്തുകൊണ്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ ഭർത്താവും അതുപോലെ തന്നെ തൻ്റെ അമ്മയും ഒളിച്ചോടി പോയി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ നേഗ ആകെപ്പാടെ തകർന്നു പോവുകയാണ് ഉണ്ടായത്. മണ്ഡലും ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും തൻ്റെ മകൾക്ക് ആൾ ധൈര്യം കൊടുക്കുകയാണ്. ഈ കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാകെപ്പാടെ നാറും, അതുകൊണ്ട് നമ്മൾ ഈ കാര്യം പുറത്തു പറയണ്ട. അമ്മയ്ക്ക് വയ്യാതെ പുറത്ത് നാട്ടിൽ ഹോസ്പിറ്റലിലാണെന്നും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയിരിക്കുകയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ മതി, അതായത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എന്നുള്ളൊരു കാര്യം അച്ഛൻ പറയുകയാണ്. അങ്ങനെ ഇവർ ഈ കാര്യം രഹസ്യമാക്കി വെച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളം ഇവർ എന്താ പറയുക, റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഇവർക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ പോയി ഇവർ രണ്ടുപേരെയും അന്വേഷിക്കുകയാണ് ഉണ്ടായത്. ഇവരെ രണ്ടുപേരെയും കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരെങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ക്ലൂവും ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ ആ ഒരു ടൈം, ആ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ ടൈമിൽ ഈ രാജേന്ദ്രൻ്റെ അച്ഛൻ ഇവരുടെ വീട്ടിലോട്ട് വരികയാണ്. എൻ്റെ മോൻ എവിടെ, ആളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, നിങ്ങൾ എന്താണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവിടെ വീണ്ടും പ്രശ്നമായി. നിങ്ങളെപ്പോഴാണ് വീട്ടിലോട്ട് വരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മകൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കാണിക്കാൻ ആളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അച്ഛൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകനെ പുറം നാട്ടിലോട്ട് ഇവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ തൻ്റെ മകനെയും തൻ്റെ ഫാമിലിയെയും തമ്മിൽ അകറ്റി ഇവരുടേതാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇവർ നിൽക്കുന്നത്. അതനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ ആൾ ക്ഷുഭിതനായിട്ട് നേരെ നാട്ടിലോട്ട് പോയിട്ട് ആളുടെ റിലേറ്റീവ്സിനെയും ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ കേസിൽ അതുപോലെ തന്നെ നാട്ടിലത്തെ പ്രധാനികൾ ഇടപെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അവർ ഈ ഒരു രാജേന്ദ്രൻ്റെ ഫാമിലിയെയും വിളിപ്പിച്ചു. അതുപോലെ തന്നെ ഈ നേഗയെയും അച്ഛനെയും വിളിപ്പിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു. ആ ഒരു ടൈമിൽ ഇവർക്ക് സത്യം പറയുകയല്ലാതെ വേറൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അതായത് തൻ്റെ അമ്മയും അതുപോലെ തന്നെ ഭർത്താവും കൂടെ ഒളിച്ചോടി പോയെന്നും ഇക്കാര്യം ഞങ്ങൾ പുറത്ത് നാണക്കേട് കാരണം പറയാതിരുന്നതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇത് കേട്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ തന്നെ ആകെപ്പാടെ സ്തബ്ധരായി പോകുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിപ്പോയത്. അപ്പോൾ അതിനുശേഷം ഇവർക്ക് ഇനി ആരെയും പേടിക്കാനില്ല, എന്തായാലും നാണക്കേട് വരേണ്ടതൊക്കെ വന്നു. അപ്പോൾ ഒരു നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇതേപോലെ ഗോൾഡും അതുപോലെ എന്താ പറയുക പൈസ ഒക്കെ മോഷണം പോയതും പിന്നീട് ഇവരെ കാണാനില്ല എന്നുള്ള രീതിയിൽ മിസ്സിംഗ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുകയാണുള്ളത്. അപ്പോൾ പോലീസുകാർ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇവരെ അന്വേഷിച്ചു. എന്നാൽ 10 മാസത്തോളം ഇവരെവിടെയാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള യാതൊരു കാര്യങ്ങളെക്കുറിച്ചിട്ടും യാതൊരു ഐഡിയയും പോലീസിന് ലഭിച്ചില്ല.
എന്നാൽ അങ്ങനെ ഇരിക്കെ വേറൊരു ക്ലൂ പോലീസിന് ലഭിക്കാനുണ്ടായത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജേന്ദർ തൻ്റെ സ്വന്തം ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിമ്മ് പർച്ചേസ് ചെയ്യാണ്. അങ്ങനെ ആ സിമ്മിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പോലീസുകാർ ട്രാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അളവിടെയാണ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. ഇവർ രണ്ടുപേരും മുസാഫർ നഗറിൽ നിന്ന് ഏകദേശം ഒരു 19 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ 10, 2021 പോലീസുകാർ ഇവരെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. അന്നത്തെ ദിവസം ഒരു വൈകുന്നേരം ടൈം ആയപ്പോൾ ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇനി പ്രഗ്നൻ്റ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഈ മധുവിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. അവർ തിരിച്ചു വരുന്ന വഴി ഇതേപോലെ തന്നെ പോലീസുകാർ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ ഒരു ഗ്രാമത്തിലോട്ട് ഇവരെ കൊണ്ടുവന്നു. അപ്പോൾ നാട്ടുകാർ ഇവരെ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കി. ആ ഒരു സമയത്ത് പോലീസുകാർ തടഞ്ഞു. അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലെത്തി ഇവരെ കണ്ടു കഴിഞ്ഞ സമയത്ത് നേക പറഞ്ഞു ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ടാന്നും പറഞ്ഞു. അതേപോലെ തന്നെ മധുവിൻ്റെ ഭർത്താവായിട്ടുള്ള മണ്ഡലും പറഞ്ഞു ഇങ്ങനൊരു കാര്യം ചെയ്ത ഭാര്യ എനിക്കും വേണ്ടാന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു കേസിലും കാര്യങ്ങളും അവർ അകത്ത് പോയി പെട്ടെന്നുകൊണ്ട് തന്നെ ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്തു. അതിനുശേഷം അവർ ലീഗലി കല്യാണം കഴിച്ചു മോൺ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതൊരു ഇത്തിരി വിയേർഡായിട്ടുള്ളൊരു കേസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.